ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഭർത്താവ് മരണപ്പെട്ട 5 പെൺമക്കളുടെ അമ്മയുടെയും ആ 5ാമത്തെ പെൺകുട്ടിയുടെയും കഥയാണ്. മാച്ച് മേക്കിംഗ് സ്റ്റോറിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി, മാച്ച് മേക്കിംഗ് കൺസൾട്ടന്റ്. ഞാൻ അമ്മേനെ വിളിക്കുന്ന സമയത്ത് അമ്മയുടെ മകൾക്ക് 29 വയസ്സ് കഴിഞ്ഞു. വളരെ കാര്യമായിട്ടൊക്കെ തന്നെ അവർ ആലോചന നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു വിവാഹാലോചന അവർക്ക് മുന്നോട്ട് പോകുന്നില്ല, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിമാൻഡ് ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഡിമാൻഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല മോളെ, പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല, നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആൺകുട്ടി ആയിരിക്കണം എന്നേ ഉള്ളൂ എന്നുള്ള പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊക്കെ നടക്കേണ്ടതല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു. നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരമില്ലമ്മേ, കുഴപ്പമില്ല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ നമ്മുടെ സർവീസ് സപ്പോർട്ടിനെ കുറിച്ച്, സേവനത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ എനിക്ക് അമ്മയുടെ കുടുംബത്തെക്കുറിച്ചും കുട്ടീനെക്കുറിച്ചും ഒക്കെ വളരെ കാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം കുറച്ചധികം നാളായിട്ട് പ്രപ്പോസൽ നോക്കുന്നു, ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ കഥ പറഞ്ഞു തുടങ്ങി. അച്ഛൻ മരണപ്പെട്ടിട്ട് കുറച്ച് നാളായിരുന്നു. എനിക്ക് 5 പെൺമക്കളായിരുന്നു. 5 പെൺമക്കളിൽ 4 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചയച്ചു. ഇപ്പം 5ാമത്തെ മോക്ക് വിവാഹം ആലോചിക്കുന്ന ടൈമിന് സ്വന്തമായിട്ടുള്ള വീട് സ്ഥലവും ഇല്ലായിരുന്നു, വാടകയ്ക്കായിരുന്നു. ഇപ്പം വളരെ കാര്യമായിട്ട് ആലോചന നോക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം നടക്കുന്നില്ല. ആ സമയത്തൊക്കെ അമ്മയും ഈ കുട്ടിയും വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 4 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു വിട്ടു. സ്വന്തമായിട്ട് വീട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ അവരുടെ വിവാഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഈ സ്ഥലങ്ങളും വീടും ഒക്കെ വിൽക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അമ്മ ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. പിന്നെ ബന്ധത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അറിയുന്നവരിൽ നിന്നും ഒക്കെ ആലോചനകൾ വന്ന് 4 കുട്ടികളുടെ വിവാഹവും അമ്മ നടത്തിയായിരുന്നു. 5ാമത്തെ പെൺകുട്ടിയുടെ കാര്യം വന്നപ്പോൾ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ വാടക വീട്ടിലായിരുന്നു. ഒരുപക്ഷെ അമ്മ പറഞ്ഞു, ഇനി അതുകൊണ്ടായിരിക്കുമോ എന്നുള്ള, അത് മാത്രമല്ല എന്നുള്ള അറിയാം, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിപ്പം ഗവൺമെൻറ് അനുവദിച്ച ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഞാൻ ചെറിയ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മോളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മോളുടെ വരുമാനവും ഞാൻ പോയി എനിക്കിപ്പം ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാണ്, എന്നിരുന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ആ വരുമാനവും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ 4 പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടു എന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടികളും എൻ്റെ മരുമക്കളും എല്ലാം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഈ 5ാമത്തെ മകളുടെ ആലോചന നോക്കുമ്പോൾ അവൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന, അവളെ കഴുത്തിലിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കഴുത്തിലും കാതിലും ആ ഇട്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളല്ലാതെ വേറൊന്നും എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിലില്ല. അത് മാത്രമല്ല, ഇപ്പം എല്ലാവരും വിവാഹം എന്ന് പറയുമ്പോൾ വളരെ ആഡംബരമൊക്കെ ആയിട്ട്, ആഡംബരം അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നടത്തില്ലേ. നിലവിലത്തെ സാഹചര്യത്തിൽ ചെറിയ എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടത്തി വിടുക എന്നുള്ളതല്ലാതെ ആൺകുട്ടിയുടെ വീട്ടുകാർ വിചാരിക്കുന്ന രീതിയിൽ ഒരു വിവാഹം നടത്താനുള്ള സാമ്പത്തിക രീതിയിൽ, എന്നിരുന്നാലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ആലോചന വരുന്നുണ്ട്. അതും മുന്നോട്ട് വന്ന് കണ്ടുപോയതിനു ശേഷം മുന്നോട്ട് പോകുമ്പം അതും നടക്കുന്നില്ല. ഇതൊക്കെ അത് സാരമില്ലമ്മേ, നമുക്ക് വേണ്ട സപ്പോർട്ട്, നമ്മുടെ സർവീസിൽ നിന്ന് വേണ്ട സപ്പോർട്ട് അമ്മയ്ക്കും ആ മോൾക്കും ഉണ്ടാകും. ആ കോൾ എൻ്റെ ചെയ്തപ്പോൾ വിചാരിച്ച കാര്യം, സർവീസ് സപ്പോർട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സർവീസ് സപ്പോർട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് കുറച്ചധികം പ്രപ്പോസലുകൾ വന്നു. അമ്മയുടെ സെയിം കാസ്റ്റിലുള്ള ആലോചനകൾ തന്നെയാണ് ആദ്യം നോക്കിയത്. അപ്പം നോക്കിയപ്പം ഒരു കാര്യം, ഈ അമ്മ കുറച്ച് നാളായിട്ട് വിവാഹാലോചന നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക വ്യക്തികൾക്കും ഈ പെൺകുട്ടിയുടെ പ്രപ്പോസലിനെ കുറിച്ച് അറിയാം. അപ്പോൾ ആൾറെഡി തന്നെ ഒരുപക്ഷെ മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവർ പറഞ്ഞു, ഇതറിയാവുന്ന ആലോചനയാണ്, അതവിടെ സ്റ്റോപ്പായി. അപ്പം ഞാൻ ഉടനെ അമ്മേനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അമ്മ കുറച്ചധികം ആലോചനകൾ നമ്മുടെ സെയിം കാസ്റ്റിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു, പക്ഷേ ഓൾറെഡി തന്നെ അമ്മ വിളിച്ചിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ള ആലോചനയൊക്കെ ആയിരുന്നു. ഓക്കെ സാരല്ല. അപ്പം ഞാൻ 1-2 കാര്യങ്ങൾ, ചില വിട്ടുവീഴ്ചകൾ നമുക്കിവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അമ്മയുടെ സെയിം കാസ്റ്റ് അല്ലാതെ മറ്റുള്ള കാസ്റ്റുകൾ നോക്കാൻ തയ്യാറാണ്. അയ്യോ മോളെ, ഞാനത് പറയാൻ വിട്ടുപോയി, എൻ്റെ കാസ്റ്റ് തന്നെ, ഞങ്ങളുടെ കാസ്റ്റ് തന്നെ വേണമെന്നില്ല, ഏത് കാസ്റ്റ് ആയിരുന്നാലും ഞങ്ങൾ നോക്കാൻ തയ്യാറാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാതകത്തിൻ്റെ കാര്യത്തിലും അമ്മയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു. ജാതക പൊരുത്തം നോക്കുന്നുണ്ട് മോളെ, കാണുമെന്ന് വെച്ചാൽ മൂക്ക് ചെറിയ ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് അത് നോക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, അത്യാവശ്യ പൊരുത്തങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കുക, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ. ഇപ്പം തന്നെ മോക്ക് 29 വയസ്സ് കഴിഞ്ഞു, നടക്കാനുള്ള സാധ്യത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ ഒരു വിവാഹത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണം. കാരണം നമുക്ക് ചില കുറവുകളുണ്ട് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ, ബാക്കി കാര്യങ്ങളിൽ നമുക്ക് ആ കുറവുകൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് എളുപ്പത്തിൽ നടക്കാനുള്ള സാധ്യത അവിടെ കാണും. അതോടൊപ്പം മൂക്ക് ഇപ്പോൾ 29 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ 30ാമത്തെ വയസ്സിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ അറിയാലോ അമ്മയ്ക്ക്, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളും വീട്ടുകാരും ഒക്കെ ഏകദേശം അധികം ഏജ് ഡിഫറൻസ് ഒന്നും നോക്കുന്നില്ല. പക്ഷെ നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. നല്ല പ്രപ്പോസലുകൾ നമ്മുടെ ഫ്രണ്ടിൽ വരും, കാസ്റ്റിൻ്റെ കാര്യത്തിൽ, ജാതകത്തിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം ഈ പ്രായത്തിൻ്റെ കാര്യത്തിൽ നല്ല ആലോചനയാണ് എന്നുണ്ടെങ്കിൽ, കുറച്ചെന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലേക്ക് അറിയാം. ആലോചനകൾ വരുമ്പോൾ പ്രായം കൊണ്ട് മാത്രമാണ് നമുക്കൊരു തടസ്സമാകുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ ആലോചനകൾ എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരിക. അപ്പം മുന്നോട്ട് പോകാൻ സാധ്യമാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് നേരിട്ട് കാണുക. നേരിട്ട് കണ്ടതിന് ശേഷം അമ്മ തീരുമാനിക്കും മുന്നോട്ട് പോകണോ വേണ്ടേ എന്ന്. അമ്മ എന്തുകൊണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ അപ്പോൾ എടുത്ത ആ ഒരു തീരുമാനമില്ലേ, അവിടെ അമ്മ വേറൊന്നും ചിന്തിക്കാതെ എന്തായിരുന്നാലും മൂടെ സർവീസ് സപ്പോർട്ടിന് അത് നോക്കിക്കൊള്ളൂ, എന്തായിരുന്നാലും ആലോചന വരട്ടെ, നമുക്കതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം, അവരെ ഒന്ന് നേരിട്ട് കാണാം, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് അമ്മ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഒരു ക്ലയൻ്റായ ഒരു ഗ്രൂമിൻ്റെ സിസ്റ്ററിനെ കോൺടാക്ട് ചെയ്തു. ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ ഗ്രൂമിൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏജ് ഡിഫറൻസ് എൻ്റെ ബ്രദറും ബ്രൈഡുമായിട്ട് ഏജ് ഡിഫറൻസ് ഇല്ലേ, അതൊരു പ്രശ്നമാകില്ലേ? ഞാൻ പറഞ്ഞു, ആൾറെഡി തന്നെ ഞാനിത് പെൺകുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ച കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഒരു കാര്യം അങ്ങോട്ടും പറഞ്ഞു. അതായത് നമ്മൾ ഇവിടെ ഹൊറോസ്കോപ്പിൻ്റെ കാര്യത്തിൽ, കാസ്റ്റിൻ്റെ കാര്യത്തിൽ, സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രദറിൻ്റെ വിവാഹം ഉടനെ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ രണ്ട് കൂട്ടരും അവിടെ അവരുടെ സാഹചര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ വിട്ടുവീഴ്ചകൾ ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ സർവീസ് സപ്പോർട്ടിലൂടെ ഒരു കോൺഫറൻസ് കോള് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. രണ്ട് ഫാമിലിക്ക് ഈ കോൺഫറൻസ് കോളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഗ്രൂമിൻ്റെ സിസ്റ്ററിനോടും അതോടൊപ്പം തന്നെ ബ്രൈഡിൻ്റെ അമ്മയോടും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. കാരണം ഒരു കോളിലേക്ക് പോകുമ്പം ജസ്റ്റ് അവരെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് തന്നെ തോന്നി. എങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ആ ഒരു സംസാരത്തിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും, ആ ഒരു ഒഴുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനൊരു കോൺഫറൻസ് കോൾ അറേഞ്ച് ചെയ്തു. അവിടെ രണ്ടുപേരും, അമ്മ ഒരു കാര്യങ്ങളും മറച്ചു വെച്ചില്ല. അതോടൊപ്പം തന്നെ ഗ്രൂമിൻ്റെ സിസ്റ്റർ ആദ്യമേ ചോദിച്ച കാര്യം, എൻ്റെ ബ്രദറിന് ഏജ് കൂടുതലാണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു. പിന്നെ ഈ നക്ഷത്രം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും നക്ഷത്രങ്ങൾ അമ്മയ്ക്ക് കേട്ടപ്പോൾ തന്നെ അത് ചേരുന്ന നാളുകളിൽ, മോടെ ചേരുന്ന ആളുകളിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രപ്പോസലിൻ്റെ ആ ഏജിൻ്റെ കാര്യം ഒഴിച്ച് ക്വാളിഫിക്കേഷൻ, ജോബ്, ഫാമിലി സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കുമ്പോൾ വളരെ നന്നായിരുന്നുകൊണ്ട് തന്നെ അമ്മ എന്തു ചെയ്തു, അമ്മ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിലേക്ക് തന്നെ അവരെ ക്ഷണിച്ചു, ആ കോളിലൂടെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രായം എടുത്തു പറയുമ്പോൾ ഒരു പക്ഷേ നേരിട്ട് കാണുമ്പോൾ ആ പ്രായം അവിടെ എടുത്തു കാണിക്കണം എന്നില്ല. ഗ്രൂമിനും ബ്രൈഡിനും പരസ്പരം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ രണ്ട് ഫാമിലിക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ തിരിച്ച് ഗ്രൂമിൻ്റെ വീട്ടിലേക്കുള്ള അവരുടെ വിസിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നെക്സ്റ്റ് ഒരു വിവാഹം ഉറപ്പിക്കുന്ന കാര്യത്തിലേക്ക് ഉടനെ തന്നെ തീരുമാനമെടുത്തു പോയി. ബ്രൈഡിൻ്റെ അമ്മേനെ സംബന്ധിച്ചിട്ട് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ അമ്മയുടെ കോള് സർവീസിലേക്ക് ഉണ്ടായിരുന്നു. അമ്മയുടെ സംസാരത്തിൽ വളരെ സന്തോഷമായിരുന്നു. കാരണം കുറച്ചധികം നാളായിട്ട് നോക്കണം, ഇപ്പോൾ എങ്ങനെ മോടെ വിവാഹം നടക്കുമോ, പ്രായം കൂടി പോകുന്നു, എന്ത് ചെയ്യണം എന്നറിയാത്ത സാഹചര്യത്തിലായിരുന്നു ഈ ഒരു കോള് സർവീസ് സപ്പോർട്ടിന് പോയതും. പ്രതീക്ഷിക്കാത്ത ആ ഒരു ടൈമിന് പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് ഒരു പ്രപ്പോസൽ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോയതും. അപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായിരുന്നു. അത് സന്തോഷം മാത്രമല്ല, അമ്മ ചെയ്തു വന്ന ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ചില സപ്പോർട്ടുകൾ കിട്ടുമ്പോൾ അവരുടെ സന്തോഷങ്ങൾ അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും നമുക്ക് ആ വാക്കുകളൊക്കെ ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ്.
പെൺകുട്ടിയുടെ അമ്മയുടെ മാത്രമല്ല, സെയിം ടൈം ആൺകുട്ടിയുടെ സിസ്റ്ററിനും ഇതേ ഫീലായിരുന്നു. കാരണം പ്രായം കുറച്ചധികമായി ആൺകുട്ടിക്ക്, ആലോചന നോക്കുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജോബുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, സാമ്പത്തിക സ്ഥിതി എല്ലാം നല്ലതാണ്. പക്ഷേ പ്രായം കൊണ്ട് വിവാഹം നടക്കുന്നില്ല. അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് വേണ്ട രീതിയിൽ ഇടപെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയതും കൊണ്ട് തന്നെ രണ്ടുപേരുടെ വിവാഹവും അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നിങ്ങളുടെ പരിചയത്തിൽ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം.